1 പത്രോസ് 3:17 നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. നാം കഷ്ടം അനുഭവിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു മകൻ കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവുമില്ല. എങ്കിലും മക്കൾ ശരിയായ വളർച്ച എല്ലാ നിലയിലും പ്രാപിക്കണമെങ്കിൽ ചില കഷ്ടങ്ങൾ അനുവദിച്ചേ തീരുകയുള്ളൂ. വീഴാതെ നടക്കാൻ പഠിക്കയില്ലെന്നും വെള്ളം കുടിക്കാതെ നീന്തൽ പഠിക്കയില്ലെന്നും പറയാറുണ്ട്. ദൈവഹിതപ്രകാരമുണ്ടാകുന്ന കഷ്ടതകൾ നമ്മെ തികഞ്ഞവരാക്കാൻ വേണ്ടിയാണ്. വചനം പറയുന്നത് കഷ്ടത നമ്മിൽ സിദ്ധത അഥവാ നല്ല സ്വഭാവം ഉളവാക്കുന്നു എന്നാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ് കഷ്ടതയെങ്കിൽ അതെത്രയോ നല്ലതാണ്. കഷ്ടതയിൽ നാം ദൈവത്തെ തള്ളിപ്പറയണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവപൈതൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു. അത് നിമിത്തം ദൈവം കഷ്ടതയിൽ അവന് ഉറ്റ തുണയായിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുന്നത് കഷ്ടത എന്ന് വിശേഷിപ്പിക്കാനാകില്ല. തങ്ങൾ വിതച്ചത് അവർ കൊയ്യുകയാണ്. എന്നാൽ നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ അതിന് സ്വർഗീയ പ്രതിഫലങ്ങൾ ഉണ്ടാകും. കഷ്ടത സഹിച്ച് ലോകത്തെ ജയിച്ച യേശു നമ്മോട് കൂടെയുണ്ട്. ഏതു കഷ്ടതയെയും സഹിഷ്ണുതയോടെ നേരിടാനും അതിൽ തളർന്നു പോകാതെ ജയിക്കാനും അവിടുന്ന് നമുക്ക് കൃപ നൽകുന്നു. ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളിൽ നാം നിരാശരാകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.